ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മാല ഇട്ടിട്ട് രണ്ടാമത്തെ ദിവസത്തെ നൊയമ്പിൻ്റെ വീഡിയോ ആണിത്. രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റ് കുളിച്ച് വിളക്കൊക്കെ കത്തിക്കുന്നുണ്ട്. ആദ്യമേ പടിയിലും പിന്നെ വീടിനകത്താണ് അതുപോലെ തന്നെ വിളക്ക് കത്തിക്കുന്നത്. എന്നിട്ടാണ് കഴിക്കാനുള്ള ആഹാരമൊക്കെ റെഡിയാക്കാൻ പോകുന്നത്. അവർ സാമാരായതുകൊണ്ട് തന്നെ കുളിച്ചിട്ടാണ് ഇപ്പോൾ പാചകം ചെയ്യുന്നത്. രാവിലെ തന്നെ നല്ല തണുപ്പാണ്. അപ്പോൾ കട്ടൻ ഉണ്ടാക്കി കുടിച്ചുകൊണ്ടാണ് ഞാൻ ബാക്കി ജോലികൾ ചെയ്തത്. അപ്പോൾ സാമ്യാർക്ക് രാവിലെ ഇഡ്ഡലി സാമ്പാറുമായിരുന്നു. തലേന്ന് തന്നെ ഇഡ്ഡലിക്കുള്ള മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മാവൊക്കെ എടുത്ത് ഇഡ്ഡലിക്കുള്ള തട്ടിലൊക്കെ ഒഴിച്ച് വെച്ച്, എന്നിട്ട് സാമ്പാറിനുള്ള കഷ്ണങ്ങളൊന്നും തലേന്ന് റെഡിയാക്കി വെച്ചിട്ടില്ലായിരുന്നു. അപ്പം തന്നെയാണ് എല്ലാം അരിഞ്ഞത്. സാമ്പാർ വെച്ചതെന്ന് വെച്ചാൽ അന്ന് ഉച്ചക്കത്തേക്കൂടെ സാമ്പാർ എടുക്കാം എന്ന് വിചാരിച്ചുകൊണ്ടാണ് സാമ്പാർ വെച്ചത്. അപ്പോഴത്തേക്കിന് ഇഡ്ഡലിയൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു. ഇഡ്ഡലിയൊക്കെ വെന്തതെല്ലാം എടുത്ത് മാറ്റി ചൂടാറാനായിട്ട് വെച്ചിട്ട് നേരെ നമ്മൾ സാമ്പാറിൽ പൊടികളും കായവും തുവരയൊക്കെ ചേർത്തിട്ട് സ്റ്റൗവിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ സാമ്പാറിനുള്ളതെല്ലാം അടുപ്പിച്ചിട്ട് ഇഡ്ഡലി തണുത്തത് കാസറോളിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കിനും നമ്മുടെ അയ്യപ്പായി കൊച്ചുസ്വാമി എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അയാളെ ഒന്ന് മൂശാട്ടം മാറാനായിട്ട് അയാൾ കട്ടനൊക്കെ കൊടുത്തു. ഇപ്പോഴത്തെ തണുപ്പിന് കുഞ്ഞ് രാവിലെ കുളിപ്പിക്കുമ്പോൾ തന്നെ ഭയങ്കര മൂശാട്ടമാണ്. പിന്നെ അയാൾക്ക് കട്ടനൊക്കെ കൊടുത്ത് ചേട്ടൻ അയാളെ കുളിപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അയാൾ നേരെ തണുപ്പായതുകൊണ്ട് എൻ്റെ കയ്യിൽ തന്നെ ഇരുന്ന് പിന്നെ സാമ്പാറിനുള്ള കടുകൊക്കെ പൊട്ടിച്ച് അത് റെഡിയാക്കിയിട്ടാണ് സ്വാമിക്കുള്ള ഉടുപ്പൊക്കെ ഇട്ട് കൊടുത്തത്. അങ്ങനെ സ്വാമിയെ ഉടുപ്പൊക്കെ ഇടിച്ചൊരുക്കിയിട്ട് അയാൾക്ക് കാപ്പി കൊടുത്തു. ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നാണ് കാപ്പി കൊടുത്തത്. അയാൾക്ക് ആദ്യമേ കൊടുത്തു. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു, അതെല്ലാം കഴുകി വെച്ച്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ. ഓക്കെ, ബൈ.